ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ഇബിയുടെ ആത്മകഥ, പ്രാഥമികാന്വേഷണ റിപ്പോർട്ട് തള്ളി DGP. വീണ്ടും അന്വേഷണം നടത്താൻ നിർദ്ദേശം. തിരുവനന്തപുരം. CPM നേതാവ് ഇ.പി. ജയരാജന്റെ ആത്മകഥ വിവാദം സംബന്ധിച്ച് കോട്ടയം SP സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തള്ളി. അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നു ചൂണ്ടിക്കാട്ടിയാണ് DGP മനോജ് എബ്രഹാം റിപ്പോർട്ട് തള്ളിയത്. വീണ്ടും അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോട്ടയം SPക്ക് DGPക്ക് നിർദ്ദേശം നൽകി. ഇ.പി. ജയരാജന്റെ ഉൾപ്പെടെ മൊഴികളിൽ വ്യക്തതക്കുറവുണ്ടെന്നാണ് കണ്ടെത്തൽ. ആത്മകഥ ഇ.പി. ജയരാജൻ തന്നെ എഴുതിയതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനു വേണ്ടി മറ്റാരെങ്കിലും എഴുതിയതാണോ എന്ന് റിപ്പോർട്ടിൽ പറയുന്നില്ല. യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. സിസയ്ക്ക് വീണ്ടും നിയമനം നൽകി ഗവർണർ. സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരം. തിരുവനന്തപുരം. സംസ്ഥാനത്തെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഉറപ്പിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തങ്ങളുടെ എതിർപ്പ് മറികടന്ന് സാങ്കേതിക സർവകലാശാല VC-ആയി ചുമതലയേറ്റതിന്റെ പേരിൽ സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയ ഡോക്ടർ സിസ തോമസിനെ തന്നെ ഡിജിറ്റൽ സർവകലാശാല VC-ആയി നിയമിക്കാനുള്ള ഗവർണറുടെ തീരുമാനം സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമായി. സിസ തോമസിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച തിരിച്ചടികളുടെ പേരിൽ സർക്കാരിനുണ്ടായ നാണക്കേടിന്റെ തുടർച്ചയാണ് സിസയ്ക്ക് വീണ്ടും നിയമനം നൽകാനുള്ള ഗവർണറുടെ തീരുമാനം. സർക്കാരിന്റെയും ഇടതു വിദ്യാഭ്യാസ സംഘടനകളിൽ നിന്നും കടുത്ത എതിർപ്പ് നേരിട്ട് VC പദവിയിൽ നിന്ന് വിരമിച്ച സിസ തോമസ് വീണ്ടും സർവകലാശാലയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ തുടർ സമീപനം എന്തായിരിക്കും എന്നതും നിർണായകമാണ്. 2022 ഒക്ടോബറിൽ KETUVC ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പകരം ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സജി ഗോപിനാഥിനു ചുമതല നൽകാന് ഗവർണറോട് സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിനും സുപ്രീം കോടതി പറയുന്ന അയോഗ്യതാ മാനദണ്ഡം ബാധകമാണെന്നു ചൂണ്ടിക്കാട്ടി ഗവർണർ നിരസിച്ചു. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കു ചുമതല നൽകാന് സർക്കാർ പറഞ്ഞെങ്കിലും UGC മാനദണ്ഡമനുസരിച്ച് അക്കാദമിക് രംഗത്തുള്ള VC വേണമെന്നു പറഞ്ഞു ഗവർണർ തള്ളി. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ VC-ആക്കാന് ഗവർണർ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ അനിഷ്ടത്തിനു പാത്രമാകുമെന്നു ഭയന്ന് അവരൊഴിഞ്ഞുമാറി. ഒടുവിൽ സർക്കാർ നൽകിയ പേരുകൾ തള്ളി സീനിയർ ജോയിന്റ് ഡയറക്ടറായ ഡോക്ടർ സിസ തോമസിനെ ഗവർണർ നിയമിക്കുകയായിരുന്നു. അധിക പ്രതിഫലം വാങ്ങാതെയാണ് KETUVCയുടെ ചുമതല കൂടി സിസ വഹിച്ചത്. VC സ്ഥാനം ഏറ്റെടുക്കാന് സർവകലാശാലയിലെത്തിയ ഡോക്ടർ സിസയ്ക്ക് SFIയിൽ നിന്നും ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകരിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടിവന്നു. പോലീസ് സഹായത്തോടെ അവര് ചുമതലയേറ്റത് സർക്കാരിനെ കൂടുതൽ ചൊടിപ്പിച്ചു. VC സ്ഥാനം ഏറ്റെടുക്കുന്നതായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ സിസ രേഖാമൂലം അറിയിച്ചിരുന്നു. ഇക്കാര്യം പറയാന് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണാന് സിസ സെക്രട്ടേറിയറ്റിൽ എത്തിയെങ്കിലും കാണാന് കൂട്ടാക്കിയില്ല. സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മൂലം VCയുടെ ജോലി ചെയ്യാന് സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഡോക്ടർ സിസ. ഇതിനിടെ സിസയുടെ നിയമനത്തിനെതിരെ ഹൈക്കോടതിയിൽ വന്ന കേസിലെ വിധി VCക്ക് അനുകൂലമായതോടെ ഉടക്കി നിന്നവർക്ക് സഹകരിക്കേണ്ടി വന്നു. ഡോക്ടർ സിസ തോമസ് 6 മാസത്തോളം VC-ആയി തുടർന്നു. ഇതിനിടെ പ്രതികാര നടപടികളുമായി സർക്കാർ മുന്നോട്ടുപോയി. സിസയെ സീനിയർ ജോയിന്റ് ഡയറക്ടർ സ്ഥാനത്തു നിന്നു മാറ്റി. പകരം KETU മുന് VC MS രാജശ്രീക്ക് ചുമതല നൽകി. സിസയ്ക്ക് VCയുടെ ജോലി ചെയ്യാന് സാധിക്കാത്ത വിധത്തില് കോഴിക്കോട്ടേക്കു മാറ്റുകയായിരുന്ന ലക്ഷ്യം. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം ബാട്ടൺ ഹില് ഗവർണർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിയമിക്കേണ്ടി വന്നു. VC പദവിയും പ്രിൻസിപ്പല് പദവിയും ഒരേ സമയം വഹിച്ച സിസ 2023 മാർച്ച് 31 വിരമിക്കുന്നതിനു മുൻപ് സർക്കാർ വീണ്ടും ഇടപെട്ടു. പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്നാരോപിച്ച് കുറ്റപത്രം നൽകി സസ്പെൻഡ് ചെയ്യുകയായിരുന്ന ലക്ഷ്യം. മാർച്ച് 30 കുറ്റപത്രം നൽകാന് ശ്രമിച്ചെങ്കിലും സിസ കൈപ്പറ്റിയില്ല. വിരമിക്കുന്ന ദിവസം സെക്രട്ടേറിയറ്റില് അഡീഷണല് സെക്രട്ടറി മുൻപാകെ ഹിയറിംഗിന് ഹാജരാകാന് ആവശ്യപ്പെട്ടെങ്കിലും സാധിക്കില്ലെന്ന് അവരറിയിച്ചു. അങ്ങനെ സസ്പെൻഷന് വാങ്ങാതെ വിരമിച്ചു. എന്നാൽ അച്ചടക്ക നടപടി തുടർന്നു. സർക്കാരിന്റെ അനുമതിയില്ലാതെ KETUVC സ്ഥാനം ഏറ്റെടുത്തെന്നാണ് കുറ്റാരോപണ മെമ്മോയിലെ പ്രധാന ആരോപണം. ഇതിലൂടെ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ജോയിന്റ് ഡയറക്ടർ എന്ന നിലയിലെ ചുമതല നിർവഹിച്ചില്ല. ഫയലുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു, വച്ചു താമസിപ്പിച്ചു എന്നിവയാണ് മറ്റ് ആരോപണങ്ങൾ. ഇതിനെതിരെ ഡോക്ടർ സിസ ഹൈക്കോടതിയിൽ പോയപ്പോൾ നടപടി അവസാനിപ്പിക്കാന് ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. എന്നാൽ ഡോക്ടർ സിസയെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി. ഇവിടെയും സിസയ്ക്ക് അനുകൂലമായിരുന്നു വിധി. സർക്കാർ ഗവർണറെ പോരിലെ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നതിനെതിരെ സുപ്രീംകോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായിട്ടും പെൻഷന്, ഗ്രാറ്റുവിറ്റി ആനുകൂല്യങ്ങൾ നൽകാതെ സിസയെ ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാർ തുടർന്നത്. അച്ചടക്ക നടപടി പെൻഷനെ ബാധിക്കില്ല. എന്നാൽ ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ നടപടി അവസാനിപ്പിക്കണം. അതിനിടയിലാണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായി സിസയെ തന്നെ നിയമിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അപ്രതീക്ഷിത നീക്കം. അടിപിടി കേസിൽ പിടികൂടിയതിന് പ്രതികാരം. സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട വാൻ തീയിട്ട് നശിപ്പിച്ചു. അറസ്റ്റ്. വാളയാർ. പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട പിക്കപ്പ് വാൻ അടിപിടി കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി രാത്രിയിലെത്തി തീയിട്ട് നശിപ്പിച്ചു.
വാളയാർ പോലീസ് സ്റ്റേഷനു മുന്നിലെ ദേശീയപാതയിലെ സർവീസ് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനമാണ് ഇന്നലെ രാത്രി മറ്റൊരു കേസിലെ പ്രതി തീയിട്ടത്. ചുള്ളിമട സ്വദേശി പോൾ രാജിനെ 50 സംഭവത്തിൽ പോലീസ് അറസ്റ്റു ചെയ്തു. ജനവാസ മേഖലയിൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളിയ കേസിൽ തൊണ്ടി മുതലായി പോലീസ് പിടികൂടി സ്റ്റേഷനു മുന്നിൽ നിർത്തിയിട്ടതായിരുന്നു പിക്കപ്പ് വാൻ. ബുധൻ രാത്രി 8:10 സംഭവം. തീയിട്ട ശേഷം സ്ഥലത്തുനിന്നു ഓട്ടോയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. മദ്യപിച്ചു അടിപിടിയുണ്ടാക്കിയ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടെയാണ് പോൾ രാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈകിട്ടോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതിന്റെ പ്രതികാരത്തിലാണ് രാത്രിയോടെ സ്റ്റേഷനു സമീപത്തെത്തി സർവീസ് റോഡിൽ നിർത്തിയിട്ട് പിക്കപ്പ് വാൻ പോൾ രാജ് പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. വാഹനത്തിൽ തെർമോകോൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് സാമഗ്രികളാണ് ഉണ്ടായിരുന്നത്. ഇതിനാൽ പെട്ടെന്ന് തീ മുഴുവൻ ഭാഗങ്ങളിലേക്കും പടർന്നു. സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് ഓടിയെത്തിയത്. ഇതിനോടകം പ്രതി മറ്റൊരു ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു. എന്നാൽ ഇൻസ്പെക്ടർ NS രാജീവ്, SI ജെ ജേസൺ എന്നിവരുടെ നേതൃത്വത്തിൽ പിന്തുടർന്ന് ചുള്ളിമടിയിൽ നിന്ന് പ്രതിയെ പിടികൂടി. വാഹനം പൂർണ്ണമായി കത്തിനശിച്ചു. സർവീസ് റോഡിലുണ്ടായിരുന്നു യാത്രാ വാഹനങ്ങളിലേക്ക് ഉൾപ്പെടെ തീപടരുന്ന സാഹചര്യമുണ്ടായിരുന്നെങ്കിലും അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്ന് ഉടൻ തീയണച്ചു. ഗഞ്ചിക്കോട് സ്റ്റേഷൻ ഓഫീസർ TR രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനയാണ് തീയണച്ചത്. തൊണ്ടി മുതൽ നശിപ്പിക്കൽ, ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തുക തുടങ്ങിയ വകുപ്പുകളിൽ കേസെടുത്താണ് പോൾ രാജിനെ അറസ്റ്റ് ചെയ്തത്. 2 ആഴ്ച മുൻപാണ് കൊട്ടാമുട്ടിയിൽ തെർമോകോളും പ്ലാസ്റ്റിക് മാലിന്യവും തള്ളാനെത്തിയ വാഹനം നാട്ടുകാർ പിടികൂടി പോലീസിനു കൈമാറിയത്. സംഭവത്തിൽ കേസെടുത്ത ശേഷം പിക്കപ്പ് വാൻ പോലീസ് കസ്റ്റഡിയിലേക്കും മാറ്റി. ഇത്തരത്തിൽ സ്റ്റേഷനു മുന്നിൽ നിർത്തിയിട്ട വാഹനമാണ് കത്തിച്ചത്. പോൾ രാജിനു അന്നത്തെ സംഭവമായി ഒരു ബന്ധവുമില്ലെന്നും അടിപിടി കേസിൽ കസ്റ്റഡിയിലെടുത്തതിലുണ്ടായ ദേഷ്യമാണ് സംഭവത്തിലേക്കു നയിച്ചതെന്നും വാളയാർ ഇൻസ്പെക്ടർ NS രാജീവ് അറിയിച്ചു. വിഴിഞ്ഞം പദ്ധതി 2028 പൂർത്തിയാകും. 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ നിക്ഷേപം. സപ്ലിമെന്ററി കൺസെഷന് കരാറിന് അനുമതി. തിരുവനന്തപുരം വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും സപ്ലിമെന്ററി കൺസെഷന് കരാറിൽ ഏർപ്പെടും. മന്ത്രിസഭായോഗം ഇതിനുള്ള അനുമതി നൽകി. കരട് സപ്ലിമെന്ററി കൺസെഷന് കരാർ അംഗീകരിച്ചു. ആർബിട്രേഷന് നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത്. നിയമവകുപ്പിന്റെയും അഡ്വക്കറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയത്. കരാര് പ്രകാരം 2045 പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തേതുമായ പ്രവൃത്തികൾ 2028 പൂർത്തീകരിക്കും. നേരത്തെയുള്ള കരാറിൽ നിന്ന് വ്യത്യസ്തമായി തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഇതോടെ പൂർത്തിയാകും. ഇതുവഴി 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന് അദാനി പോർട്ട് വഴിയൊരുക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി 30 ലക്ഷം TEU ആവും. കോവിഡും ഓഖി പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും കണക്കിലെടുത്ത് പദ്ധതി കാലയളവ് 5 വർഷം നീട്ടി നൽകും. പദ്ധതിക്ക് കാലതാമസം വന്നതിനാൽ പിഴയായ 219 കോടി രൂപയിൽ 43.8 കോടി രൂപ സംസ്ഥാനം പിഴയായി ഈടാക്കും. ബാക്കി തുക 2028 വരെ തടഞ്ഞുവെക്കും. 2028 പദ്ധതി സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായാൽ കരാര് കാലാവധി 5 വർഷം നീട്ടിയത് റദ്ദു ചെയ്യും. തടഞ്ഞുവെച്ച തുകയും സർക്കാർ ഈടാക്കും. സ്വർണ വ്യാപാരിയെ രാത്രി കാർ ഇടിച്ചു വീഴ്ത്തി സ്വർണ കവർച്ച. കവർന്നത് 1.25 കിലോ സ്വർണം. കൊടുവള്ളി സ്കൂട്ടറിൽ ഇന്നലെ രാത്രി വീട്ടിലേക്കു പുറപ്പെട്ട സ്വർണ വ്യാപാരിയെ കാറിലെത്തിയ സംഘം ഇടിച്ചു വീഴ്ത്തി കത്തി കാണിച്ചു ഭീഷണിപ്പെടുത്തി 1.25 കിലോ സ്വർണം കവർന്നു. ബസ് സ്റ്റാൻഡിനു സമീപം ആഭരണ നിർമ്മാണ യൂണിറ്റ് നടത്തുന്ന മുത്തമ്പലം കാവിൽ സ്വദേശി ബൈജുവിനെയാണ് ആക്രമിച്ചു സ്വർണം കവർന്നത്. 10:30 മുത്തമ്പലത്താണ് സംഭവം. ആഭരണ നിർമ്മാണശാലയിൽ നിന്ന് പുറപ്പെട്ട ബൈജുവിനെ പിന്തുടർന്നെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. പരുക്കേറ്റ വ്യാപാരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രിയങ്ക ശനിയാഴ്ച വയനാട്ടില്, സത്യപ്രതിജ്ഞ നാളെ. ന്യൂഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ പ്രിയങ്ക ഗാന്ധി 2 ദിവസത്തെ സന്ദർശനത്തിനായി വയനാട്ടിലെത്തും. ശനിയാഴ്ചയാണ് പ്രിയങ്ക വയനാട്ടിലെ എത്തുകയെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. പ്രവർത്തകരെ നന്ദി അറിയിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രിയങ്കയുടെ സന്ദർശനം. അതേസമയം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച നടക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ അറിയിച്ചു. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും രാഹുൽ ജയിച്ചതിനെ തുടർന്ന് വയനാട് MP സ്ഥാനം രാജിവെക്കുകയായിരുന്നു. ഇതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉപതെരഞ്ഞെടുപ്പില് 4 ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പ്രിയങ്ക കന്നിയംഗത്തില് ജയിച്ചുകയറിയത്. വൻ ജയത്തിനു പിന്നാലെ വയനാട്ടിലെ വോട്ടർമാർക്ക് പ്രിയങ്ക നന്ദി അറിയിച്ചിരുന്നു. വയനാടിന്റെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും തന്നെ ജയിപ്പിച്ച നിങ്ങളുടെ തീരുമാനം തെറ്റില്ലെന്ന് വൈകാതെ ബോധ്യപ്പെടുമെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസുമായിരുന്നു പ്രിയങ്കയുടെ പ്രധാന എതിരാളികള്. കോടഞ്ചേരിയിൽ ഭരണഘടന ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കോടഞ്ചേരി മർക്കസ് ലോ കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഭരണഘടന ദിനവുമായി ബന്ധപ്പെട്ട് കോടഞ്ചേരി അങ്ങാടിയിൽ സ്ട്രീറ്റ് ചാറ്റ് സംഘടിപ്പിച്ചു.
ഭരണഘടന നേരിടുന്ന വെല്ലുവിളികളും ഭരണഘടനയുടെ മൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് സ്ട്രീറ്റ് ചാറ്റ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ കോളേജ് യൂണിയൻ ചെയർമാൻ ജോർജ് ജോസ്കുട്ടി അധ്യക്ഷത വഹിച്ചു. കോടഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ വി കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി, സാബു പള്ളിത്താഴത്ത്, അധ്യാപകരായ ഇബ്രാഹിം പി കെ റിഫായി, യൂണിയൻ അംഗങ്ങളായ സഫ്വാൻ, വിശാഖ്, മനീഷ എന്നിവർ പ്രസംഗിച്ചു. ഞാറുനടിയിൽ ഉത്സവം നടത്തി. കോടഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സുതാര സ്വാശ്രയ സംഘത്തിന്റെ ഞാറുനടിയിൽ ഉത്സവം തെയ്യപ്പാറ വെള്ളുവേലിൽ ബാങ്ക് പ്രസിഡന്റ് ഷിബു പുതിയടത്ത് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ റസീന സുബൈർ, ബാങ്ക് SHG അംഗങ്ങൾ, സെക്രട്ടറി വിപിൻ ലാൽ, മറ്റു ജീവനക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു. പെരുമയുയർത്താൻ വ്ളോഗർമാർ തുഷാരഗിരിയിൽ. ടൂറിസം വികസന സമിതി പ്രവർത്തനമാരംഭിച്ചു. കോടഞ്ചേരി വിനോദസഞ്ചാര കേന്ദ്രമായ തുഷാരഗിരിയുടെ പെരുമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കെത്തിക്കാൻ സോഷ്യൽ മീഡിയ താരങ്ങളായ ഒരു സംഘം ഇൻഫ്ലുവൻസേഴ്സ് തുഷാരഗിരിയിൽ. കോടഞ്ചേരി, കക്കാടംപൊയിൽ, പൂവാറ്റൻതോട് ഭാഗങ്ങളുടെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സംഘം ആദ്യ ദിനം തുഷാരഗിരിയിലെത്തിയത്. തുഷാരഗിരി ടൂറിസം വികസന സമിതിയുടെ ഉദ്ഘാടനവും ഇൻഫ്ലുവൻസേഴ്സ് സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു. തുഷാരഗിരി വനമേഖലയിലേക്ക് ട്രക്കിംഗ് നടത്തുകയും ചെയ്തു. കോടഞ്ചേരി പഞ്ചായത്തിന്റെ സമഗ്ര ടൂറിസം വികസനത്തിനായി സ്ഥാപിക്കപ്പെട്ട തുഷാരഗിരി വികസന സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. തുടർന്ന് തുഷാരഗിരി 3-ാം വെള്ളച്ചാട്ടത്തിലേക്ക് 30ഓളം വ്ളോഗർമാർ ട്രക്കിംഗ് നടത്തി. തുഷാരഗിരി 3-ാം വെള്ളച്ചാട്ടത്തിലേക്ക് ഡിസംബർ 1 മുതൽ പൊതുജനങ്ങൾക്കും പ്രത്യേക പാസ് മുഖേന പ്രവേശനം അനുവദിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്തംഗം സിസിലി ജേക്കബ് കൊട്ടപ്പുള്ളി, വാർഡ് മെമ്പർ, അധ്യക്ഷയായിരുന്നു. പ്രമുഖ വ്ളോഗർ റിൻസിസ് കിച്ചൻ റിൻസി ജോൺസൺ സ്വാഗതം ആശംസിച്ചു. ജോൺസൺ കുന്നത്ത്, ഡ്രീം കേരള മീറ്റപ്പ് സ്ഥാപകൻ ഷെല്ലി കുന്നേൽ, മാനേജർ DETPC ബെനിറ്റോ ചാക്കോ, മനോരമ സീനത്ത്, സെക്രട്ടറി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് P വിജയൻ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷിബു പുത്തൻപുരക്കൽ, പോൾസൺ അറക്കൽ, റോഷൻ കൈനടി, ഷിബു വയനാട്, ഡ്രീം കേരള കോർഡിനേറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവമ്പാടി അൽഫോൺസ കോളേജിൽ എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥയ്ക്ക് സ്വീകരണം നൽകി. തിരുവമ്പാടി ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെയും തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിലുള്ള എയ്ഡ്സ് ബോധവൽക്കരണ കലാജാഥയ്ക്ക് തിരുവമ്പാടി അൽഫോൺസ കോളേജിൽ സ്വീകരണം നൽകി. വയനാട് നാട്ടുകൂട്ടം അവതരിപ്പിച്ച കുറവരഷ്കളി 1-0 എന്ന നാടൻ കലാരൂപം കോളേജിൽ അവതരിപ്പിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ചാക്കോ കളപ്പറമ്പിൽ, ലെക്ചറർ PM മത്തായി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KB ശ്രീജിത്ത്, K ഷാജു, മുഹമ്മദ് മുസ്തഫ ഖാൻ, D ഷാജു എന്നിവർ സംസാരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.